ഹലോ ഫ്രണ്ട്സ്, വീക്കെൻഡ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ബാനറിൽ സോഫിയ പോൾ നിർമ്മിക്കുന്ന പുതിയ സിനിമയാണ് ആൻ്റണി പെപ്പെ നായകനാവുന്ന കൊണ്ടാൽ എന്ന സിനിമ. സിനിമയുടെ ഒഫീഷ്യൽ ടീസർ ഇപ്പോൾ യൂട്യൂബിൽ ഇറക്കിയിട്ടുണ്ട്. ഒറ്റ കാര്യം തുറന്ന് പറയണം, ആൻ്റണി പെപ്പയാണോ നായകൻ? സിനിമയിൽ അടി, ഇടി, കുത്ത് എല്ലാം ധാരാളമായിട്ടുണ്ട്. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിന് മുന്നേ അപ്ഡേറ്റ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. സിനിമയിൽ ഒരു പ്രധാന വേഷത്തിൽ നമ്മുടെ ഋഷഭ് ഷെട്ടിയൊക്കെ വരുന്നുണ്ടെന്ന്. പക്ഷേ ടീസർ ഇറങ്ങിയപ്പോൾ പുള്ളിക്കാരൻ എവിടെയും കാണാൻ പറ്റിയില്ല. ഇനി ഞാൻ നോട്ടീസ് ചെയ്യാതെ വിട്ടുപോയതാണോ? നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് അടി കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തേക്കണേ. പെപ്പെ സിനിമയിൽ ഒരു ഫിഷർമാനായിട്ടാണ് വരാൻ പോകുന്നത്. പിന്നെ ഒരു ചെറുപ്പകാലം കാണിക്കുന്നുണ്ട്. അത് നമ്മുടെ പെപ്പയുടെ തന്നെയാണെന്ന് അറിഞ്ഞുകൂടാ, കടലിൽ കൂടെ നീന്തുന്നതൊക്കെയായിട്ട്. സിനിമയിലൊക്കെ മ്യൂസിക് എല്ലാം കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ മലയാളികൾക്ക് എല്ലാം അറിയാവുന്ന അസാം CS ആണ്. പുള്ളിക്കാരൻ മ്യൂസിക് എല്ലാം ചെയ്യുന്നത് കൊണ്ട് നല്ലൊരു തന്നെ സിനിമയിൽ പ്രതീക്ഷയുണ്ട്. പിന്നെ സിനിമയെ സംവിധാനം ചെയ്യുന്നത് അജിത് മാമ്പള്ളിയാണ്. സിനിമ ഇറങ്ങുന്നത് ഈ ഓണം ഫെസ്റ്റിവലിൽ തന്നെയാണ്. ഇന്ന് വേറെ ഒരു സിനിമയുടെ ട്രെയിലർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതാണ് ടൊവിനോ തോമസ് നായകനാവുന്ന അജയൻ്റെ രണ്ടാം മോഷണം, അതായത് ARM. ഈ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ സത്യം പറയാലോ, എൻ്റെ കിളികൾ പോയതെന്ന് ഒരു കൈ കണക്കുമില്ല. സിനിമയിൽ ഒരു പ്രധാന വേഷത്തിൽ നമ്മുടെ ബേസിൽ ജോസഫും കൂടെ വരുന്നുണ്ട്. ഇത് സത്യം പറയാൻ എനിക്ക് പേടിയാണ് പറയാൻ. ഇതിനകത്ത് ഞാൻ ഇതിൽ പറഞ്ഞു പോയാൽ അത്രയ്ക്കും കുറഞ്ഞു പോയി. അത്രയ്ക്കും അതിഗംഭീരം ട്രെയിലർ, അത്രയ്ക്കും ഗംഭീരമാണ്. പാട്ട് എമ്മാതിരി രീതിയിൽ തന്നെയായി. സിനിമ ഒരുങ്ങുന്നത് ഒരു ഹ്യൂജ് ക്യാൻവാസിൽ തന്നെയാണ്. സിനിമയിൽ 3 ക്യാരക്ടേഴ്സാണ്, 3 കാലഘട്ടങ്ങളാണ്. അതിൽ 2 ക്യാരക്ടേഴ്സും അച്ഛൻ മകൻ ബന്ധം തന്നെയാണ്. തുടക്കം തന്നെ ഒരു ആസ്ട്രോയിൽ ഒരു ഉൽക്ക വന്ന് ഭൂമി പതിക്കുന്നത് ഒരു സാങ്കല്പിക ഗ്രാമത്തിൽ നടക്കുന്ന സ്റ്റോറിയൊക്കെ തന്നെയാണ്. സ്റ്റോറി ഇതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ലീക്ക് ഔട്ട് ആയതായിരുന്നു. ഇതെല്ലാവർക്കും തന്നെ അറിയുന്ന കാര്യമാണ്.